ഇങ്ങനെ പറഞ്ഞ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇടുകയും പിന്നെ അവിടുത്തെ കുട്ടികളോടായാലും അവിടെ വരുന്നവരോടായാലും ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറഞ്ഞ് ഈ സാർ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. മക്കളുടെ ശ്രദ്ധയിൽ ഇതൊക്കെ അല്ലെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ശ്രദ്ധയിൽ ഇത് എപ്പോഴാണ് പെട്ടത്? ഈ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നപ്പോഴാണോ? ഗ്രൂപ്പിൽ മെസ്സേജ് വരെ എപ്പോഴും പിന്നെ അമ്മ സ്കൂളിൽ ഇടയ്ക്ക് പോകുമായിരുന്നു. അപ്പോഴാ അമ്മയുടെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുകയും പിന്നെ അവിടെ പറയുകയൊക്കെ ചെയ്തുമായിരുന്നു. മറ്റാരെങ്കിലും സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചിരുന്നോ? കുഞ്ഞിനെ വിളിച്ചിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. മാധ്യമത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. പിന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ നിന്നും പറഞ്ഞ് തോനെ പേരങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അമ്മയുടെ അച്ഛനോടാണ് സംസാരിച്ചിട്ടുള്ളത്. എന്താ സാർ പീഡിപ്പിച്ചോ അങ്ങനെ കൂടുതൽ അങ്ങനെ കുത്തി ചോദിക്കുകയായിരുന്നു. ഈ മക്കൾക്ക് ഈ അധ്യാപനം അഡ്മിഷൻ എടുക്കാൻ പോയ സമയത്ത് പരിചയമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അതിനുശേഷം ഇവർ ഈ പറയുന്ന തരത്തിലേക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അഡ്മിഷൻ എടുക്കാൻ പോയ ആ ടൈമിന് മാത്രമേ എനിക്ക് ആ സാറിനെ അറിയാവൂ. അതിനു മുമ്പേ പരിചയമൊന്നുമില്ല. പിന്നെ അതിന് ശേഷം ഇടയ്ക്കൊക്കെ സ്കൂൾ വെച്ച് കാണുമെന്നല്ലാതെ വേറൊരു പരിചയമില്ല സാറുമായിട്ട്. പിന്നെ വലിയ വിഷമം ഉണ്ടാക്കി സംഭവം. നമസ്കാരം. കിളിമാനൂരിൽ ഉണ്ടായ ഒരു സംഭവമാണിത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണിത്. അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയ്ക്ക് ബലിയാടാകേണ്ടി വന്നത് പാവം ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസമാണ്, ജീവിതമാണ്. ആ പെൺകുട്ടിക്ക് പുറത്തിറങ്ങി പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വന്ന അവസ്ഥ. അതുപോലെ തന്നെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സ്വന്തം അധ്യാപകൻ എന്നല്ല അധ്യാപിക തന്നെ ഇതിന് കാരണക്കാരിയായി മാറിയിരിക്കുകയാണ്. അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകകൾ പതിവ് കാര്യങ്ങളാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനു മുമ്പും വേറൊരു അധ്യാപകനുമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായതാണ്. ആ അധ്യാപികയ്ക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അവർ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത ഒരു കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലാണ് സ്വന്തം ഗുരു തന്നെ ശിഷ്യയ്ക്ക് ഇങ്ങനെയൊരു ഒരു അവസ്ഥ വരുത്തി വെക്കാൻ ഇടയാക്കി മാറ്റിയിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അധ്യാപകർ തമ്മിലുള്ള പക കാരണം ഈ പെൺകുട്ടിയെ 4 മാസത്തോളമായിട്ട് സ്കൂളിൽ വരുന്നില്ല. പെൺകുട്ടിക്ക് അപസ്മാര രോഗമായിരുന്നു. അതിൻ്റെ അസുഖത്തെ തുടർന്നുള്ള ചികിത്സയിലിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രശ്നം ഈ അധ്യാപിക ഉണ്ടാക്കിയത്. മറ്റൊരു അധ്യാപകനോടുണ്ടായിരുന്ന കിറിവ് കാരണം ഈ അധ്യാപിക പറഞ്ഞുണ്ടാക്കിയത് ഈ കുട്ടിക്ക് വരാതിരിക്കുന്നതിൻ്റെ കാരണം ഈ അധ്യാപകൻ നിരന്തരമായിട്ട് ഈ പെൺകുട്ടീനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഗർഭിണിയായി എന്നൊക്കെ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം പ്രചരിപ്പിക്കുകയുണ്ടായി. ഈ പെൺകുട്ടിയുടെ അമ്മ സ്കൂളിലിടയ്ക്ക് സന്ദർശിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ അമ്മ ഈ കാര്യങ്ങൾ അറിയുകയും അമ്മ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും തുടർന്നുള്ള അന്വേഷണത്തിലാണ് സത്യാവസ്ഥ മനസ്സിലാവുകയും ഈ അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള നടപടിയിലേക്ക് പോകാൻ കാരണമായത്. എന്തുമാത്രം അപമാനമാണ് ആ പെൺകുട്ടിക്കും അതിൻ്റെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ആ മറ്റേ അധ്യാപകനും. ഈ ഒരു അധ്യാപിക ചന്ദ്രലേഖ അങ്ങനെങ്ങാണ്ടാണ് ആ അധ്യാപികയുടെ പേര്. ഈ സ്കൂളെന്ന് പറയുന്നത് രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്ന ഈ സംഭവം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ പെൺകുട്ടിയാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥ. സ്കൂളിലേക്ക് അധികം പോയിട്ടില്ലെന്നാണ് പറയുന്നത്. ഇനി സഹപാഠികളെ എങ്ങനെ നോക്കണം, മറ്റുള്ള മനുഷ്യരെങ്ങനെ കാണണം എന്നൊക്കെയുള്ള ഒരു വിഷമം കാരണം മുടി മുറിച്ചാണ് ആ പെൺകുട്ടിയെ പുറത്തിറങ്ങി നടന്നത്. ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഈ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ 24-നോട് കേൾക്കുന്ന വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. അത് സ്കൂളിൽ വിദ്യാഭ്യാസം നിർത്തി +1-ലാണ് പഠിക്കുന്നത്. ഒരു കുട്ടിയുടെ ഭാവിയാണ് ഒരു അധ്യാപിക കാരണം നശിപ്പിച്ചിരിക്കുന്നത്. ഈ അധ്യാപകനെതിരെ പോക്സോ കേസൊക്കെ ചുമത്താൻ തുടങ്ങി. കാരണം 18 വയസ്സ് പോലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. സ്കൂൾ ഗ്രൂപ്പുകളിലെല്ലാം പ്രചരിപ്പിച്ച് നാറ്റിച്ചിരിക്കുകയാണ്. ഇവരെന്താണ് ചെയ്യേണ്ടത്? ഈ ചന്ദ്രലേഖ എന്ന് പറയപ്പെടുന്ന ഈ വിവരദോഷിയായ അധ്യാപികയെ
കുട്ടികൾക്ക് അറിവ് പകർന്ന് സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു അധ്യാപികയാണ് അവർ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച്, ഭാവി നശിപ്പിച്ച്, അതിൻ്റെ വിദ്യാഭ്യാസവും എല്ലാം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി മാറ്റിയിരിക്കുന്ന ഇതിലേക്ക് മാറിയിരിക്കുന്നത്. ഈ അധ്യാപികയ്ക്ക് അധ്യാപകനോടുള്ള കുടിപ്പകയാണ്. അതിന് ബലിയാടാകേണ്ടി വന്നത് ഈ പാവം പെൺകുട്ടിയാണ്. ആ മാതാപിതാക്കളുടെ പ്രതീക്ഷകളാണ് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്. ആ കുട്ടിക്ക് ഇനി ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരും. കാരണം അത് അത്രയും വിഷമത്തോടെയാണ് ആ ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ആ കൊച്ചിൻ്റെ മനസ്സിലുണ്ടാകുന്ന വിഷമം. ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വേണ്ടില്ല, ചെയ്യാത്ത കാര്യത്തിനാണ് ഇങ്ങനെയുള്ള ഒരു പേരുദോഷം കേൾക്കേണ്ടി വന്നേക്കുന്നതെന്നുള്ള ആ ഒരു ആ മനസ്സ് ഇടറിയുള്ള ആ ഒരു സംസാരം കേൾക്കുമ്പം തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. ഇവരെ ഇത് ഒരു ക്രൂര പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ആ കൊച്ചിൻ്റെ ഒരു ഭാവി പോലും ഓർക്കാതെ ഒരു പിന്നെ കുറ്റവും ചെയ്യാത്ത ആ കുഞ്ഞിനെ ആണ് ഇവർ ബലിയാടാക്കേണ്ടി വന്നേക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന വിഷമം എത്രത്തോളം വലുതാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അവർ ഒരുപാട് പ്രതീക്ഷകളോടായിരിക്കും മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. ഇനി ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ, അത് പിന്നെ പോയിട്ടില്ലെന്നാണ് പറയുന്നത്. സ്കൂളിൽ പോകാനോ സഹപാഠികളോ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാനത് പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത്. ഇനി കൂട്ടുകാരെങ്ങനെയാണ്? പല മനുഷ്യരും പല സ്വഭാവത്തിലുള്ള ആൾക്കാരാണ്. പലരും എല്ലാവരും ഒരുപോലെ ചിന്തിക്കണമെന്നില്ല. കുത്തുവാക്കുകളും അതുപോലെ തന്നെ പരിഹാസപരമായിട്ടുള്ള രീതികളും നോട്ടങ്ങളും അങ്ങനെയുള്ള സംസാരങ്ങളും ചൊവ്വയുള്ള സംസാരങ്ങളൊക്കെ ചിലപ്പോൾ ആളുകളുടെ അടുത്ത് നിന്ന്, സമൂഹത്തിൽ നിന്ന് ചിലപ്പോൾ നേരിടേണ്ടി വരും. അപ്പം വിവരമുള്ള മനുഷ്യർ മാത്രമേ അതിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കി ആ കൊച്ചിൻ്റെ ഒപ്പം നിൽക്കുകയും ആ മാതാപിതാക്കളുടെ കൂടെ നിൽക്കുകയും ഒക്കെ ഈ അവസരത്തിൽ ചെയ്യുള്ളൂ. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ ആ കുട്ടിക്ക് അതെങ്ങനെ ആയിരിക്കും ഇത് പിന്നെ ഈ ഒരു അവസ്ഥ തരണം ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ എല്ലാവരും ആ കുട്ടിയുടെ ഒപ്പം, ആ സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും മാതാപിതാക്കളും അതുപോലെ തന്നെ എല്ലാവരും, ബന്ധുക്കളും എല്ലാവരും തന്നെ ഈ ഒരു അവസരത്തിൽ ആ കുട്ടിയുടെ കൂട്ടത്തിലൊപ്പം ചേർന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അതിൻ്റെ ഭാവിയെ നല്ല ഇതിലേക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ആ കൊച്ച് ഒരു മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിൽ അകപ്പെട്ട് പല പ്രശ്നങ്ങളിലേക്കും വഴുതിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ അധ്യാപികയ്ക്ക് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കേണ്ടതുണ്ട്. കാരണം അറിവ് പകർന്നു കൊടുക്കേണ്ട ഒരു അധ്യാപിക, നല്ല കുഞ്ഞുങ്ങളുടെ ഭാവിയെ നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു അധ്യാപികയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അവർക്കപ്പോൾ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. അവർക്ക് ഇനി ഒരിക്കലും ഈ ഒരു ജോലിക്ക് അർഹതയല്ലാത്ത രീതിയിൽ തന്നെ വരുത്തി തീർക്കുക തന്നെ ചെയ്യണം. അവർക്കിനി ഇങ്ങനെ ഒരു ജോലിയുടെ ആവശ്യമില്ല. കാരണം അവർ കുഞ്ഞുങ്ങളെ വഴി തെറ്റിക്കുകയും അവരുടെ ഭാവി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരോടുള്ള പക തീർക്കാൻ വേണ്ടിയിട്ട് വേറൊരാളുടെ ജീവിതം നശിപ്പിച്ച ഈ അധ്യാപികയ്ക്കെതിരായിട്ട് കർശനമായ നിയമ നടപടികൾ നടത്തണമെന്ന് തന്നെയാണ് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ പറയാനുള്ളത്.